ഹായ് ഓൾ, എജു ഹൗസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ എക്സാമിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട അസൈൻമെൻറ്റ് അത് എങ്ങനെയാണ് എഴുതുക, അത് എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ NIOS ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനുകളും വീഡിയോകളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ ആദ്യം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തത്, നമ്മൾ ഈ അസൈൻമെൻറ്റ് എഴുതുന്നത് ഐഫോണിലാണെങ്കിൽ ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് ഒരു ദിവസം 2 അസൈൻമെൻറ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് അസൈൻമെൻറ്റ് എഴുതുക എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ നീട്ടിപ്പറത്തി പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് അക്കാഡമിയിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തത് ആ അഡ്മിഷൻ എടുത്ത അക്കാഡമി കൗൺസിലർ എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ സൈഡിൽ കാണിക്കാൻ പോകുന്ന വിൻഡോയിലേക്ക് പോകുള്ളൂ. ഇതുപോലത്തെ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ ഇതുപോലത്തെ ഒരു വിൻഡോയിലേക്കായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞ് ഇതുപോലത്തെ ഒരു വിൻഡോ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമ്മൾ ഫസ്റ്റ് ഒരു നെയിം അടിച്ചു കൊടുക്കുക. നിങ്ങളെ പേര് തന്നെയാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു രജിസ്ട്രേഷൻ ID ഉണ്ടായിരിക്കും. ആ രജിസ്ട്രേഷൻ IDയും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് 203. ദെൻ സ്കെഡ്യൂൾഡ് എന്ന് കാണാം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസം നമുക്ക് 2 അസൈൻമെൻറ്റേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ഒരു അസൈൻമെൻറ്റ് ഇപ്പോൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ മൈ ഫസ്റ്റ് എക്സാം ടുഡേ എന്ന് സെലക്ട് ചെയ്യാം. ദെൻ അടുത്ത ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൈ സെക്കൻഡ് എക്സാമും സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സാമാണ്, അതും സെലക്ട് ചെയ്യുന്നു. ഇനി ക്ലാസ് നിങ്ങൾ 10th ആണോ 12th ആണോ എന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. സബ്ജക്റ്റോ ഇപ്പം ഞാൻ ഇംഗ്ലീഷാണ് എഴുതാൻ പോകുന്നത്, അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിവിടെ 17. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ സ്റ്റാർട്ട് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ അഗ്രി ആൻഡ് ഡു നോട്ട് അഗ്രി എന്നുണ്ടാവും. നമ്മൾ അഗ്രി തന്നെ കൊടുക്കണം. ഓക്കെ, അങ്ങനെ അഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടു നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബ്രൗസ് വേർഷൻ, ജാവ സ്ക്രിപ്റ്റ്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിലൊക്കെ നമുക്ക് ടിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ സ്ക്രീൻ സൈസ് ഉണ്ട് അവിടെ, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ബാക്കിയുള്ളതൊക്കെ മാൻഡറ്ററി ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് എക്സാം എഴുതാം, അല്ലെങ്കിൽ ഈ ഒരു അസൈൻമെൻറ്റ് എഴുതാം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇതെല്ലാം ടിക്ക് മാർക്കാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. ഓക്കെ ഫൈൻ. ഇനി സ്റ്റാർട്ട് നോ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കൊരു പക്ഷേ ഇങ്ങനെയല്ല വിൻഡോ വന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ലൊക്കേഷൻ അലോ ദിസ് ടൈം, നെവർ അലോ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗസറിൽ പോയിട്ട് ലൊക്കേഷൻ ഓൺ ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലൊക്കേഷന് ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ വളരെ ഈസിയാണ്, ആരും പേടിക്കാനൊന്നുമില്ല. ഈ ലെഫ്റ്റ് കോർണറിൽ കാണുന്ന ഈ ക്രോമിൻ്റെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് കാണാം. എന്നിട്ട് ആ സെറ്റിങ്സിൽ ഒന്നും കൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ലൊക്കേഷൻ ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ട് നിങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടാത്തത്. അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ സർവീസസ് എന്നുള്ളത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ അലോ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഞാൻ കാണിച്ചു തരാം. ഒന്ന് ബാക്ക് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നിലവിൽ ഇങ്ങനെയാണുള്ളത്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ നിങ്ങളിതാ ഈ കാണുന്ന പോലെ ഇത് അലോ, ഇതിലേത് വേണേൽ കൊടുക്കുക. ഒന്നുകിൽ അലോ 1 ടൈം കൊടുക്കുക, അല്ലെങ്കിൽ അലോ വിസിറ്റിംഗ് ദിസ് വെബ്സൈറ്റ്. ഇത് രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ അലോ ദിസ് ടൈമാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓക്കെ അടിച്ചിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഇത് കണ്ടോ, ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് എൻ്റെ ഫേസിന് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ
ഓക്കെ പ്രൊസീഡ്. ഇനി അത് റീടേക്ക് പോകണം, ഫോട്ടോ നന്നായിട്ടില്ലെങ്കിൽ റീടേക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ റീടേക്ക് കൊടുക്കാൻ പോണ്. അപ്പോൾ ഞാനതെൻ്റെ ഫേസിന് കറക്റ്റായിട്ട് റീടേക്ക്. ഓക്കെ, ദെൻ ഇനി അടുത്തത് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഒരു ഓഡിയോ സെറ്റപ്പ് ഒക്കെ ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ഓഡിയോ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് 1 മണിക്കൂർ സമയമാണ് ഈ ഒരു അസൈൻമെൻറ്റ് എഴുതാനുള്ളത്. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടിക്ക് ഇട്ട് പോവാണ്. കാരണം നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ ഓരോന്നിനും ഇങ്ങനെ ടിക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് 1 അവർ സമയമുണ്ട്. നിങ്ങളത് നോക്കി കണ്ടെത്തി ഉത്തരങ്ങളൊക്കെ ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്തായാൽ മതി, സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, കൊടുത്തു. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഒരു ബ്ലൂ ബട്ടൺ കണ്ടില്ലേ, അതിൽ നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു. ഇപ്പോൾ ഒരു വാർണിംഗ് മെസ്സേജ് ഉണ്ട്, ഇത് ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നാണ്. ഇപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഹോം ബട്ടൺ അമർത്തിയാൽ ഇങ്ങനെയൊക്കെ കാണിക്കും. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ബാക്ക് അടിച്ച് പോകാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു അസൈൻമെൻറ്റ് എന്തായി കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് കൂടെ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു അസൈൻമെൻറ്റ് നിങ്ങളിപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പിലൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ബോസയുടെ അസൈൻമെൻറ്റ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അക്കാഡമിക് കൗൺസിലർ നിങ്ങൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിരുന്നതാണ്. പിന്നെ ഒരു കാര്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ 1, 2, 3 പ്രാവശ്യം ട്രൈ ചെയ്ത് വീണ്ടും ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലത്തെ ഒരു മെസ്സേജ് ആയിരിക്കും കാണുക. സോ നിങ്ങൾക്ക് ഇന്ന് അസൈൻമെൻറ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് 3-ലധികം പ്രാവശ്യം ട്രൈ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇന്ന് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല, പിന്നെ അടുത്ത ദിവസം ട്രൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ദിവസം നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. ആരും വെറുതെ റിസ്ക് എടുത്തിട്ട് ബാക്ക് അടിച്ചിട്ട് കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.